ആ മുണ്ടം കഴുത വരുന്നുണ്ട്, ഒന്ന് കളി നോക്കാം. എങ്ങു വാ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹിഹി. ഈ മാവ് കണ്ടില്ലേ, ഇതിലൊരു തെറ്റുണ്ട്, കണ്ടുപിടിക്കാമോ? തെറ്റ് അത് ഹിഹി. മാവിൽ ചേന കൊണ്ടിട്ട് മുണ്ടന് മനസ്സിലായില്ല. എന്തോ ആലോചിക്കുന്നത്, തെറ്റൊന്നുമില്ല അല്ലേ? ഹിഹി. ഇല്ല. ഓഹോ, ആ, ഹിഹി. ആ, മുണ്ടൻ, മൊരമുണ്ടൻ, ഊയ് ഊയ്. എന്നെ ശരിക്കും കളിയാക്കി. എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. വിഷമിക്കണ്ട, നമുക്ക് അങ്ങേരെയും കളിയാക്കാം. തെറ്റ് കണ്ടുപിടിക്കാൻ അക്കവും ഇക്കവും വന്നിട്ടുണ്ട്. ഓഹോ, അവർ നിന്നെ പോലെയല്ല, എന്നെ പോലെ ബുദ്ധിയുണ്ട്. അവര് ഇതിലെ തെറ്റ് കണ്ടുപിടിക്കും, നോക്കിക്കോ. പക്ഷേ ഇതിലൊന്നല്ല 3 തെറ്റുകളുണ്ടല്ലോ. ഏ, 3 തെറ്റോ? അതെ, ബുദ്ധിയുണ്ടെങ്കിൽ കണ്ടുപിടിക്കേ. ചേന ഇവിടെ വന്നതാ തെറ്റ്, വേറൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പറയൂ. ചേന വന്നത് കറക്റ്റാ, പക്ഷേ ഇവിടെ മാവ് വന്നത് തെറ്റിപ്പോയി. ചേന മാവിലല്ലല്ലോ വളരുക. ചേന വളരുന്നത് മണ്ണിലല്ലേ, അതുകൊണ്ട് ചേനയ്ക്ക് ചുറ്റും മണ്ണില്ലാത്തത് രണ്ടാമത്തെ തെറ്റാ. ചേന കാണാൻ നമ്മൾ താഴെ മണ്ണിലേക്കല്ലേ നോക്കേണ്ടത്. അതിന് പകരം നമ്മൾ മേലോട്ട് നോക്കി നിൽക്കുന്നത് മൂന്നാമത്തെ തെറ്റ്. അങ്ങനെ ആകെ 3 തെറ്റ്. പോയി പോയി. ഷേ, നാണക്കേടായി. കണ്ടാലേ അറിയാം, ഭയങ്കര ജാടക്കാരാ. എനിക്കും ബുദ്ധിക്ക് കുറവൊന്നുമില്ല. ഇവന്മാരെ ഒന്ന് കളിയാക്കണം, എന്നാലേ ജാട കുറയൂ. നമസ്കാരം. നമസ്കാരം. അക്കൂമിക്കും അല്ലേ, വലിയ ബുദ്ധിമാന്മാരാണെന്ന് കേട്ടു. അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇതെന്താണ് എന്ന് പറയാമോ? പാത്രത്തിൽ വെള്ളം. വെള്ളമെന്ന് മാത്രം പറഞ്ഞാൽ പോരെ? പാത്രത്തിലല്ലാതെ പൊത്തിങ്കൊമ്പിൽ വെള്ളമുണ്ടാകുമോ? ഉള്ളിലുള്ള സാധനം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ? വലിയ ബുദ്ധിമാനാണെന്ന് പോലും. എന്താ എന്താ ബുദ്ധിമാന്മാർ നോക്കുന്നത്? അയ്യാ, അസ്ഥികൂടമോ? ആനയുടെ അസ്ഥികൂടം പോയോ? ഇത് തന്നെ അസ്ഥികൂടം. ഉള്ളിലുള്ള സാധനം എന്താണെന്ന്